അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കണം. അള്ളാഹു പൊരുത്തപ്പെടുന്ന തരത്തിലായി അതിനെ നിങ്ങൾ പ്രയോഗിക്കണം. നമുക്കൊക്കെയും അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നല്ലോ. മഹാനരായ ശാഫിഈ ഇമാം തങ്ങൾ റമദാനിൽ 2 ഖത്മുകൾ ഒരു ദിവസം ഓതിയിരുന്നല്ലോ. ഇമാം അബൂ ഹനീഫ തങ്ങൾ പകലിലും രാത്രിയുമായി ഖത്മ് ഓതിയിരുന്നല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3 ദിവസം കൂടുമ്പോൾ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഓരോ പകലിലും ഖത്മ് ഓതിയവരായിരുന്നല്ലോ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓരോ രാത്രിയും ഖത്മുകൾ പാരായണം ചെയ്തിരുന്നല്ലോ. അങ്ങനെ എത്രയാണ് നമ്മുടെ മുൻഗാമികൾ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. കഴിഞ്ഞ കൊല്ലം അസാമിൽ നിന്നുള്ള ഒരു ഫാമിലി കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വീട്ടിലേക്ക് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെയുള്ള ആസാമുകാരനായ ഭർത്താവ് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കും, എൻ്റെ ഭാര്യ റമദാനിൽ ആവശ്യമായ ഖിദ്മകളൊക്കെ ചെയ്യും. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വർത്താനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ദിവസം 10 ജുസ്ഓ 12 ജുസ്ഓ അവള് പാരായണം ചെയ്യും. അവസാനത്തെ 10 ആകുമ്പോഴേക്ക് ഖുർആനിൽ നിന്ന് ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് അവൾ രാത്രികളെ തള്ളി നീക്കും. വല്ലാതെ സങ്കടം തോന്നിപ്പോയി. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സൗകര്യങ്ങളും ചെയ്ത, എല്ലാ സൗകര്യങ്ങളുമുള്ള ഭവനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര്, നമ്മളൊക്കെയും ഖുർആനിനെ കൈവിടുമ്പോ വളരെ ചെറിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സഹോദരിമാർ ഒരു ദിവസം 10 ജുസ് ഓതാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ട്, 12 ജുസ് ഓതാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ എത്ര ആളുകളാണ് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരിശുദ്ധമായ റമദാനിൽ പരിശ്രമിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മളും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, റമദാനിലെ എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എല്ലാ രാത്രിയിലും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുപോലെയോ എല്ലാ മുസ്ലിമിനും ശരിയായി മനസ്സിലാക്കൂ, എല്ലാ മുസ്ലിമിനും പരിശുദ്ധമായ റമദാനിന്റെ രാത്രികളിൽ ഒരു നേരമുണ്ട്. എന്താണ് ആ നേരത്തിന്റെ പ്രത്യേകത? ആ നേരത്തെ ആള് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 രാത്രികളിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. 30 രാത്രികളിൽ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ദുആരെന്നാൽ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു നേരം റമദാനിലെ 30 രാത്രികളിലും ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ കാര്യമായി ദ്വാരക്കണം. ആ സമയം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കൈനീട്ടണം. അതിനുത്തരം കിട്ടുക തന്നെ ചെയ്യും. ഹബീബായ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ നന്മകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. ഇന്ന് നന്മകളിൽ നിന്ന് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഓടി അകലുന്ന കാലമാണ്. ഹറാമുകളിലേക്ക്, തെറ്റുകളിലേക്ക്, ലഹരിയിലേക്ക് പോകുന്ന കാലമാണ്. ഞാൻ വിശാലമായ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാലമാണ്. 5ാം ക്ലാസ്സിലും പണ്ടൊക്കെ ആളുകൾ ലഹരിക്ക് അടിമപ്പെടുന്നത് കുറച്ച് മുതിർന്നിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ അതിമാരകമായ ലഹരി ഉപയോഗിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അവിടെയാണ് നമ്മുടെ നാട്ടിലെ ദീനിയായ കൂട്ടായ്മകളും സംഘടനാ സംവിധാനങ്ങളുടെയും പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കുഞ്ഞിന് മനസ്സിന് വിഷമമുണ്ടായി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ വഴക്ക് പറയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷമമുണ്ടായി. പുറത്തേക്ക് ഇറങ്ങിയാൽ അവന്റെ മുമ്പിലുള്ള വഴി ഏതാ? എല്ലാ വിഷമങ്ങളും മറക്കാം, ഇതൊന്ന് വായ വെച്ചാൽ മതി. എല്ലാ വിഷമങ്ങളും മറക്കാം. സ്റ്റാമ്പ്, കല്ല്, പൊടി തുടങ്ങിയിട്ട് എത്രയുള്ളത്. ലഹരി കൊടുക്കാൻ കാത്തു നിൽക്കുന്ന എത്ര ആളുകളാണുള്ളത്.
അവരിങ്ങനെ വിഷമിച്ചു വരുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ഇത് കൊടുക്കാൻ. നേരെ മറിച്ച് നിങ്ങളുടെ മകൻ നമ്മുടെ നാട്ടിലെ ദീനിയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടുകാരുടെ കൂടെയാണെങ്കിലോ വിഷമിച്ചിറങ്ങി വരുമ്പോ അവന്റെ തോളെ കൈയിട്ട് വാ മോനെ നമുക്ക് പള്ളിയിൽ പോകാം, ഇശായിന്റെ ജമാഅത്ത് കൂടാം. തിരിച്ചിറങ്ങുമ്പോ അവിടെ ഔലിയാക്കളുടെ മസാറുണ്ടെങ്കിൽ മക്ബറകൾ ഉണ്ടെങ്കിൽ അവിടെ കയറി ഒന്ന് ദ്വാരക്കാം. അങ്ങനല്ലേ ദീനിയായ കൂട്ടുകാർ ഉപദേശിക്കുക. ഇനിയുള്ള കാലം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കണ്ടെത്തുകയും നാട്ടിലെ ദീനിയായ ചടങ്ങുകൾക്കും ചിട്ടകൾക്കും നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയും പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയും ചെയ്യാം. അപ്പൊ അവനൊരു വിഷമുണ്ടായാൽ അവനെ താങ്ങാൻ വാ നമുക്ക് പോവാം. എന്തെങ്കിലും വിഷമുണ്ടായി നമുക്ക് ഉസ്താദിനോട് പറയാം. എല്ലാ നാട്ടിലും ഉസ്താദ്മാരുണ്ടാവുമല്ലോ, ആ ഉസ്താദ് ദ്വാരം തരും. അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമ്മുടെ നേതാക്കളായി ഇന്ന ഉസ്താദ്മാരുണ്ട്, നമുക്കൊന്ന് വിളിക്കാം, എന്നിട്ട് ദ്വാരപ്പിക്കാം, നിന്റെ വിഷമമൊക്കെ മാറും. മറുഭാഗത്ത് നീ വിഷമിച്ചിരിക്കുകയാണോ, ഇതൊന്ന് കുടിച്ചു നോക്കൂ, ഇതൊന്ന് ഇൻജക്ട് ചെയ്ത് നോക്കൂ, പിന്നൊന്നും അറിയില്ല, ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല. ഈ ലഹരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മാതാക്കളുടെ ജീവൻ എടുക്കുന്ന മക്കളുടെ കാലത്ത്, സ്വന്തം വാപ്പമാരെ കൊല്ലുന്ന മക്കളുടെ കാലത്ത്, സ്വന്തം സഹോദരിമാരെ ലൈംഗികമായ വേഴ്ചകൾക്ക് ഉപയോഗിക്കുന്ന ലഹരിക്കടിമപ്പെട്ട മക്കളുടെ കാലത്ത്, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിച്ച് ജീവിതം തന്നെ തകർത്തു കളയുന്ന കുഞ്ഞുങ്ങളുടെ കാലത്ത് ഹൃദയം കൊടുത്തു ചിന്തിക്കൂ. നമ്മുടെ മക്കൾക്ക് നേരാവണ്ണം വളരാനുള്ള വഴിയാണ് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും ചട്ടക്കൂടുകളും കളും വാർഷികങ്ങളുമെല്ലാം. അതിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുകയും ദീനിയായ പ്രവർത്തനങ്ങൾക്ക് അവരെ രൂപപ്പെടുത്തുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നഷ്ടപ്പെടുത്തി കളയാതെ ഇബാദത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും പൊരുൾ. മറ്റൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അല്ലാഹു റമദാനിലേക്ക് എത്തിച്ചു നൽകുകയും അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് റബ്ബിനോട് തൗബ ചെയ്യണം. തൗബ ചെയ്ത് ശുദ്ധീകരിച്ചവരായി റമദാനിലേക്ക് കടക്കണം. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാം വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ദേഹത്തെ വിചാരണ ചെയ്യണം. എത്ര തെറ്റുകളാണ് നമ്മിൽ നിന്ന് വന്നുപോയത്, എത്ര മോശങ്ങളാണ് റബ്ബിനോട് ചെയ്തു പോയത്, എത്ര അരുതായ്മകളിലാണ് നമ്മൾ എത്തിപ്പോയത്, എത്രയാണ് പടച്ചവനെ നമ്മൾ മറന്നുപോയത്. അതിനെല്ലാം ഹൃദയമറിഞ്ഞ് മാപ്പ് പറയണം. അതിനു പറ്റിയ നല്ലൊരു മജ്ലിസാണിത്. ബഹുമാനപ്പെട്ട മഅറൂഫ് ജിഫ്രി തങ്ങൾ നിങ്ങളുടെ നാട്ടുകാരനാണ്. ഈ പ്രദേശത്താണ് അവരുടെ സേവനമുള്ളത്. അവർ പഠിക്കുന്ന കാലത്തെ എനിക്കറിയാം. വലിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ അങ്ങാണ്. വലിയ കുടുംബത്തിലെ ഹബീബായ നബി തങ്ങളുടെ 39ാമത്തെ പേരക്കുട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് ചെയ്ത ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു തരും. ഇത് നല്ലൊരു മജ്ലിസാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റിയ മജ്ലിസായി, നാളെ പരലോകത്ത് ഉപയോഗമുള്ള മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നോമ്പുകാലത്ത് നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കാതുകളെ സൂക്ഷിക്കണം, കൈകാലുകളെ സൂക്ഷിക്കണം, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. എല്ലാ നിലയിലും നോമ്പുകാരനാണ്. വയറിന്റെ പട്ടിണി മാത്രമല്ല, എന്റെ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന് വിധേയപ്പെട്ട യഥാർത്ഥ നോമ്പുകാരനായി ആ നോമ്പിന് കിട്ടുന്ന സമ്മാനമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ നാളെ നമുക്ക് കടന്നു പോകണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ നമുക്കൊക്കെ അല്ലാഹുവിന്റെ ദീനിന് ചെയ്യാൻ പറ്റിയ വലിയൊരു സേവനമാണ് നമ്മുടെ നാട്ടിലെ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ആ മദ്രസയുടെ നിർമ്മാണം അത് പൂർത്തിയായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. എത്ര കാലം ആ മദ്രസയിൽ നിന്ന് ഖുർആൻ ഓതുന്ന നേരമത്രയും അതിലേക്ക് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമല്ലോ. ആരൊക്കെ അവിടെ പഠിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ രാത്രിയിൽ നടന്നുപോയ സമയത്ത് ഒരാൾ ഒരു കുപ്പായം സമ്മാനമായി കൊടുത്തു. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരിയാണെന്നൊന്നും അവർക്കറിയില്ല. മഹാനവറുകൾ അത് ധരിച്ചുകൊണ്ടെന്ന് സുജൂദ് ചെയ്തപ്പോ അറിയാതെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വന്നു. അല്ലാഹുവേ, തണുപ്പിൽ എനിക്കൊരു കുപ്പായം കിട്ടിയല്ലോ,
ആരാണ് തന്നതെന്നറിയില്ല. ആ കൊടുത്ത മനുഷ്യൻ മരണപ്പെട്ടു പോയി. ആ മനുഷ്യന് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഒരു കുപ്പായം കാരണമായി. കാരണം കുപ്പായം കൊടുത്തത് സുഫിയാൻ സൗരി തങ്ങളെ പോലെ വലിയ ആബിദായ ഒരു മനുഷ്യനാണ്. നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന മക്കളിൽ പലരും നാളെ അല്ലാഹുവിന്റെ ദീനിന് വലിയ ഖാദിമീങ്ങളാകും. അവർ വലിയ സാലിഹീങ്ങളാകും, ദുആഇന് ഇജാബത്തുള്ളവരാകും. അങ്ങനെ വരുമ്പോൾ അവരെ അതിനു വേണ്ടി അന്ന് സഹകരിച്ച നമുക്കൊക്കെയും നമ്മുടെ ഖബറുകളിലേക്കൊക്കെയും അത് വലിയ വെളിച്ചമാകും, മുതൽക്കൂട്ടാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ മേലെയുള്ള ആ ഫ്ലോറിൽ ടൈലിടണം. അതൊന്ന് ടൈലിട്ട് വൃത്തിയാക്കി നല്ല മനോഹരമാക്കി എടുക്കണം. അതിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം. 2200 സ്ക്വയർ ഫീറ്റ് ആണ് ടൈലിടാനുള്ളത്. ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ് ചെലവ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ നല്ല മജ്ലിസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ അവിടുത്തെ പേരക്കുട്ടി ദുആരക്കുന്ന മജ്ലിസ്, അതുപോലെ മഹ്ലറത്തുൽ ബദരിയ ബദരീങ്ങളെ മനാഖിബ് പറഞ്ഞ മജ്ലിസ്, ആ മജ്ലിസിലേക്ക് നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഞാൻ ഇട്ടു കൊടുക്കാമെന്ന് പറയാൻ പറ്റിയ നല്ല ഈമാനുള്ള ഒരാളൊന്ന് കൈയുയർത്തിയേ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് കാരണം എൻ്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യണം. എൻ്റെ മരിച്ചുപോയ ഉമ്മ-ഉപ്പമാരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കണം. എനിക്ക് അല്ലാഹു തആല ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരണം. കാരണം റബ്ബിന്റെ മാർഗം പഠിക്കുന്ന, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, ഹബീബായ നബി തങ്ങളെ ഹദീസ് പഠിക്കുന്ന മദ്രസയാണല്ലോ. അത് കാരണം എൻ്റെ ഈമാൻ ഉറക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് നല്ലൊരാള് ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റും ഒരാളെന്ന് കൈവയ്ക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു റാഹത്ത് നൽകുമാറാകട്ടെ. ഉണ്ടോ ഒരാളെന്ന് കൈവയ്ക്കും? ഒറ്റയാള് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഞാൻ തരാന്ന് പറഞ്ഞു. 2200 സ്ക്വയർ ഫീറ്റ് ആണ്. അതിന് 100 ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ഒരാള് ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. പഠിച്ചവനെ, നിന്റെ ഖുർആൻ പഠിക്കാനുള്ള മദ്രസ, അല്ലാഹുവേ ദീനിന്റെ ഇൽമുകൾ പഠിക്കാനുള്ള മദ്രസ, ഒരുപാട് കുരുന്നുകളുടെ ഈമാനിന് കാരണമാകുന്ന മദ്രസ, അതിന്റെ ഫ്ലോറിലേക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും ഉദ്ദേശിച്ച് പറയുന്നവരുണ്ടെങ്കിൽ നീ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരം ഈമാനോടെ മരിക്കാനത് കാരണമാക്കണേ അല്ലാഹ്. അവര് നിന്റെ മാർഗത്തിൽ തരുന്ന ബറക്കത്ത് കൊണ്ട് അവരുടെ ഉമ്മ-ഉപ്പമാരുടെ ഖബറങ്ങ് വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ആരെങ്കിലും ഒരാളുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. എന്താ നിങ്ങളുടെ പേര്? ജലാലിക്ക. അൽഹംദുലില്ലാ. പടച്ചവനെ, ജലാലിക്ക അഹ്മദുല്ലാഹൽ വലി സല്ലല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൽ മുൻജലിയ സയ്യിദി ഖൈറൻ നബി. ജലാലിക്കയുടെ ഈ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശിച്ചാണോ അത് തന്നത് പടച്ചവനെ നടത്തി കൊടുക്കണേ അല്ലാഹ്. ജലാലിക്കാന്റെ ഉമ്മ-ഉപ്പമാരുടെ ഖബറങ്ങ് സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ ആ മദ്രസയിൽ പഠിക്കുന്ന കാലം അത്രയും, അത് നിലനിൽക്കുന്ന കാലം, അവിടെ പഠിച്ച മക്കള് സുജൂദ് ചെയ്യുന്ന കാലം, അത് പാരായണം ചെയ്യുന്ന കാലം അത്രയും അദ്ദേഹത്തിനും കുടുംബത്തിനും അനുഗ്രഹം ചെയ്യണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. നിന്റെ ദീനിന് തന്നതാണ് അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ജലാലിക്കാന്റെ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളെ നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സാജിദീങ്ങളും ആബിദീങ്ങളും ആക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ ചെലവാകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്നെ കണ്ടു തന്നതാണ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ? ഒരാള് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റി ആരാ? ജലാലിക്കല്ലാതെ ആരെങ്കിലും ഇനി ഒരാളുണ്ടെന്ന് ഒന്ന് കൈയോർത്ത് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മഹല്ലി ഉസ്താദ്
വാപ്പയ്ക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മഹദരി ഉസ്താദിന്റെ വക 100 സ്ക്വയർ ഫീറ്റ് റബ്ബേ അല്ലാഹുവേ നിന്റെ ദീന് പഠിക്കുന്ന മക്കൾക്ക് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഖുർആൻ ഓതാൻ, ഹദീസ് പഠിക്കാൻ, അഖീദ പഠിക്കാനൊക്കെയുള്ള സൗകര്യം അല്ലാഹ് അതിലേക്ക് നൽകിയ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉപ്പാന്റെ ഖബറങ്ങ് സ്വർഗമാക്കി നൽകണേ അല്ലാഹ്. ആ മകന്റെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. കൺകുളിർമയായി വാപ്പയ്ക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ മഹ്ലരി ഉസ്താദിന്റെ മകന് നീ ഹിഫ്ള് അല്ലാഹ് എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. 2 പെൺമക്കൾക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. നിന്റെ മാർഗത്തിൽ തന്നതാണ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളും കൂടി ഒറ്റയാളും കൂടി പറയാം, ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയ ഒരാളും കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ്. അത് കാരണം അല്ലാഹു എനിക്ക് ബർക്കത്ത് ചെയ്യും, എന്റെ ജീവിതം അല്ലാഹു റാഹത്തിലാക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താണ് എനിക്ക് നാളെ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നിയ്യത്ത് ചെയ്ത് റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് പറയാൻ പറ്റിയ ആരാളുള്ളത്? ഒരാളും കൂടി പറയാം, ഒറ്റയാളും കൂടി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാളുള്ളത്? ഒരു 100 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ 2200 സ്ക്വയർ ഫീറ്റിൽ അൽഹംദുലില്ലാഹ്. എന്താ നിങ്ങളുടെ പേര്? ജ്യേഷ്ഠൻ ഷരീഫ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ തൗബതൻ താലബതു മിൻക യാ ശഫീഅൽ മുദ്നിബി തൗബി തഹിർ അൻ സിവാക സയ്യിദി ഖൈറൻ നബി. ഷരീഫ് സാഹിബിന്റെ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് എന്തുദ്ദേശമാണോ ഖൽബിലുണ്ടായത് അത് നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിന്റെ മാർഗത്തിൽ തന്നതുകൊണ്ട് മക്കളെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ചവനെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ്. പടച്ചവനെ നല്ല സന്തോഷം ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ ആകുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മ ഭർത്താവിന് വേണ്ടിയിട്ട് മരണപ്പെട്ടു പോയതാണ്. 26 വർഷമായി ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് അതിലേക്ക് 100 സ്ക്വയർ ഫീറ്റ് ഒരു ഉമ്മ. പടച്ചവനെ എത്ര നല്ല ഭാര്യയാണ്. അല്ലാഹുവേ ആ സഹോദരന്റെ ഖബർ നീ സ്വർഗമാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ ഖബർ നീ സ്വർഗമാക്കി നൽകണേ അല്ലാഹ്. ഭാര്യയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. മക്കളെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സദഖ കാരണം അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 50 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരു 50 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ, 100 ഇല്ല പകുതി ചോദിച്ചോളൂ, 50 തരാൻ പറ്റിയ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരു 50 സ്ക്വയർ ഫീറ്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാരെ ഭാഗത്തുണ്ടോന്ന് ചോദിച്ചോ. ഒരു 50 സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപ വെച്ചിട്ട് ഒരു 50 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? സദസ് ചെറിയ സദസ്സാണ് ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ നിന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 50 സ്ക്വയർ ഫീറ്റ് ഇരിക്കുന്നവരിൽ ആരെങ്കിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇല്ല, ഒരു 25 പറയാൻ പറ്റിയ ഉസ്താദ് ചെറുത് ചോദിച്ചിരുന്നു പറയണ്ട. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ബാക്കി ചോദിക്കും. എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. തങ്ങളവർകൾ നിങ്ങൾക്കൊക്കെ വേണ്ടി കാര്യമായി ദ്വാരക്കും. എൻ്റെ ദ്വാരല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നിങ്ങൾക്കൊക്കെ കാര്യമായി ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഒരു 25 2500 രൂപ ചോദിച്ചിട്ടുള്ളൂ, അധികം ചോദിച്ചിട്ടില്ല. ഒരു 25 സ്ക്വയർ ഫീറ്റ് പറ്റിയ ഏതെങ്കിലും ഒരാൾ. അൽഹംദുലില്ലാഹ്. എന്താ നിങ്ങളെ പേര്? ഷുഐബ്. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ സംഘാടകനാണല്ലേ? സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഷുഐബിന് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുടുംബം റാഹത്താക്കണേ അല്ലാഹ്. മനസ്സിലെ ഹലാലായ മുറാദുകൾ സന്തോഷത്തോടെ നടപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹാത്തുകളായ ഇണകളെ കൊണ്ട് ജീവിതം അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല മക്കളെ കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഷുഐബ് ഏർപ്പെടുന്ന കാര്യത്തിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ 25 പറയാൻ പറ്റിയ ആള് ഷുഐബ്. അൽഹംദുലില്ലാഹ്. എന്താ നിങ്ങളെ പേര്? പറഞ്ഞോ. ആഷിഖ് എന്ന സഹോദരൻ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ നിന്നെ കണ്ടു തന്നതാണ്. ആഷിഖിന്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിതം റാഹത്താക്കണേ അല്ലാഹ്. മക്കളെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ സാലിഹാത്തുകളായ ഇണകളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങൾ പ്രയാസത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിച്ചുപോയ ബന്ധുമിത്രാദികൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉമ്മാക്ക് വേണ്ടി ബാദുഷ നമ്മുടെ മഹലിന്റെ ട്രഷററും മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് അള്ളാഹു മഫ്റത്ത് അവരുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10 സ്ക്വയർ ഫീറ്റ് പടച്ചവനെ ബാദുഷ എന്ന സഹോദരന്റെ സദഖ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഉമ്മയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ സദഖ പറഞ്ഞ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ അവരുടെ ഖബറും നീ സ്വർഗമാക്കി നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25 പറയാൻ പറ്റും. ആരാ? ഭർത്താവിനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കാൻ പഠിച്ചവനെ എന്റെ ഖുർആൻ പഠിക്കുന്ന മദ്രസയുടെ മേലേക്ക് വേണ്ടി തന്നതാണ് അല്ലാഹുവേ. അവരുടെ ബന്ധുമിത്രാദികൾ മരിച്ചവരാരാണെങ്കിലും അവരുടെ ഖബറങ്ങ് സ്വർഗമാക്കി നൽകണേ അല്ലാ. ആ തന്നവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഈ തന്നവർക്കൊക്കെയും അല്ലാഹുവേ മരിച്ചാലും ഇതുപോലെ നല്ലതിലേക്ക് കൊടുത്തു ദ്വാരിപ്പിക്കുന്ന മക്കളെ നൽകണേ അല്ലാ. കുടുംബങ്ങളെ നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ? കബീർ ഖാന്റെ മക്കൾ. അൽഹംദുലില്ലാഹ് കബീർ സാഹിബിന്റെ മക്കൾ പഠിച്ചവനെ ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഉപ്പയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമാണ് നീ ദീർഘകാലം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എന്തുദ്ദേശിച്ച് തന്നോ അത് നടത്തി കൊടുക്കണേ അല്ലാ. നിന്റെ മദ്രസയ്ക്ക് തന്ന ബറക്കത്ത് കൊണ്ട് മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 25 ഉസ്താദിന്റെ ഉമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ആ ഉമ്മാന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. വിഷമങ്ങൾ നീക്കണേ അല്ലാ. ഈ സദഖ കൊണ്ട് എന്ത് കരുതിയോ നീ നടത്തി കൊടുക്കണേ അല്ലാ. നിന്റെ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നതിലേക്ക് വേണ്ടി തന്നതാണല്ലോ റബ്ബേ. ആ കുഞ്ഞിളം ചുണ്ടുകൾ ഖുർആൻ ഓതുമ്പോഴൊക്കെയും അതിന്റെ പ്രതിഫലം ഈ നൽകുന്നവരിലേക്ക് മുഴുവനും എത്തിച്ചു നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാ ഒരു 25 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റും? പെട്ടെന്ന് പറഞ്ഞു. ആരാള്? ആരെങ്കിലും ഉണ്ടോ? 25 പറയാൻ പറ്റിയവര്? ആ പുറകിലൊക്കെ നിൽക്കുന്നവർ ഒരു 25 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയ ആരാളുള്ളത്? 25 അല്ലെങ്കിൽ ഒരു 10 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റില്ല? ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് എത്ര നല്ല മകൻ. അല്ലാഹുവേ ആ സഹോദരന്റെ സദഖ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ നിന്നെ കണ്ടു തന്നതാണോ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. നിരന്തരമായി ഖുർആൻ ആ ഖബറിലേക്ക് നീ എത്തിച്ചു നൽകണേ അല്ലാ. പടച്ചവനെ ഖൈറു ചെയ്ത മകനെ കാണിച്ച് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ആരാ 25 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയ ആരെ കൂട്ടത്തിലുള്ളത്? ആ പുറകിരിക്കുന്ന ചെറുപ്പക്കാരൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു 10 പറയാൻ പറ്റില്ല. 1000 രൂപ കൊടുക്കാൻ പറ്റൂലേ? ആ നീല ഷർട്ടിട്ട ആള്, ആ മുഖം പൊത്തിരിക്കുന്ന ആൾ ഒരു 1000 രൂപ കൊടുത്തു. ഒരു 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞൂടെ? ഇപ്പുറത്തിരിക്കുന്ന ആള് ഒരു സഹോദരി 25 സ്ക്വയർ ഫീറ്റ്. കുടുംബജീവിത റാഹത്താണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി തങ്ങൾ കാര്യമായി ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. പഠിച്ചവനെ ആ സഹോദരിയുടെ കുടുംബജീവിതം നീ റാഹത്താക്കണേ അല്ലാ. മക്കള് കുടുംബങ്ങളിലൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. ഭർത്താവിന് എല്ലാവിധ ഖൈറും ചെയ്യണേ അല്ലാ. എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ. നല്ല സ്നേഹമുള്ള ഭർത്താവായി നൽകണേ അല്ലാ. മക്കളെ നന്നാക്കി കുടുംബത്തെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. എന്ത് വിഷമമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 25 അൽഹംദുലില്ലാഹ്. എന്താ മൂപ്പരെ പേര്? ഇബ്രാഹിം എന്ന സഹോദരൻ. പടച്ചവനെ 50 സ്ക്വയർ ഫീറ്റ്. റബ്ബേ അദ്ദേഹത്തിന്റെ ജീവിതം ബറക്കത്തിലാക്കണേ അല്ലാ. ഖൈറു നൽകണേ അല്ലാ. എല്ലാ റാഹത്തും നൽകണേ അല്ലാ. മക്കളെ സന്തോഷിപ്പിക്കണേ അല്ലാ. മക്കളെ കൺകുളിർമയാക്കണേ അല്ലാ. റബ്ബേ ഒരുപാട് പേർക്ക് വെളിച്ചമാകുന്ന മദ്രസയാണ്. ഈമാനിന്റെ വെളിച്ചം അവർക്ക് നീ നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദ് അൽഹംദുലില്ലാഹ്. അല്ലാഹു രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ആരാ? 20 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരി. സ്ക്വയർ ഫീറ്റ് എന്ന് നമ്മൾ വലിയ സംഖ്യ വിചാരിക്കേണ്ട. 20 സ്ക്വയർ ഫീറ്റ് 2000 രൂപയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സഹോദരിയുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ മരിച്ചുപോയാലും അവരെ ഓർത്ത് സദഖകൾ കൊടുക്കുന്ന മക്കളെ നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് കാര്യമായി ആമീൻ പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 25 10 പറയാൻ പറ്റുന്നവരാ?
കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ 25 സ്ക്വയർ ഫീറ്റ്. പടച്ചവനെ നീ ഖൈറു നൽകണേ അല്ലാ. ഫൈസലിന്റെ ജീവിതം ബറക്കത്തിലാക്കണേ അല്ലാ. റബ്ബേ, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തി കൊടുക്കണേ അല്ലാ. നിന്റെ പള്ളിക്കൊരാവശ്യം പറഞ്ഞപ്പോ ഏറ്റെടുത്തതാണ്. ഏതാവശ്യം ഉണ്ടെങ്കിലും നീ അത് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനീസ് വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി 50 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ, പ്രവാസിയായ സഹോദരനാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മരിച്ചുപോയ വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറങ്ങ് സ്വർഗമാക്കി നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി തന്നതാണ്. നീ ഏറ്റെടുത്തവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കണേ അല്ലാ. ആ മോനെ കാണിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ട ആരെങ്കിലും ഒരു 10, 5 എന്ന് പറഞ്ഞാൽ 500 റുപ്യ ആകുള്ളൂ. 10, 20 ഒക്കെ തരാൻ പറ്റില്ല. ഫായിസ് എന്ന സഹോദരൻ 10 സ്ക്വയർ ഫീറ്റ്. ഒരു സഹോദരി മക്കൾക്ക് വേണ്ടി 10 സ്ക്വയർ ഫീറ്റ്. പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഖൈറു നൽകണേ അല്ലാ. ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടേ പറഞ്ഞോ. ഉണ്ടോ? നീ പുറകിലൊക്കെ നിൽക്കുന്നവരിൽ ഒരു 10 സ്ക്വയർ ഫീറ്റ്, ഒരു 5 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 20 സ്ക്വയർ ഫീറ്റ് ഒക്കെ പറയാൻ പറ്റുമോ? ഇന്ന് കൊടുക്കേണ്ട റമദാൻ കഴിഞ്ഞിട്ടേ പണി തുടങ്ങുള്ളൂ. അപ്പോൾ കൊടുത്താൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സഹോദരി 50 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അവരുടെ അസുഖങ്ങളെ ശിഫയാക്കി നൽകട്ടെ. പടച്ചവനെ, നിന്റെ മാർഗത്തിൽ തന്നതാണ്. ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. റബ്ബേ, മക്കളെ നന്നാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്ക് ഈ സദഖ കാരണം നീ സ്വർഗം നൽകണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം പറഞ്ഞോ. നീണ്ടോ? ഒരു 10, ഒരു 5. ആരാ? അലിക്ക് 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുദ്ദേശമാണോ ഉണ്ടായിരുന്നത് നടത്തി കൊടുക്കണേ അല്ലാ. ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ. 2 സഹോദരന്മാര് രോഗികളായി കിടക്കുന്നവരാണ്. പഠിച്ചവനെ, അവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ റാഹത്തിലാക്കണേ. അല്ലാഹുവേ, രോഗികളായവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവരെ കുടുംബം ഐശ്വര്യമാക്കണേ അല്ലാ. ദിൽഷാദ് എന്ന സഹോദരൻ 30 സ്ക്വയർ ഫീറ്റ്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ കുടുംബം റാഹത്തിലാക്കണേ അല്ലാ. മക്കളെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. കൺകുളിർമയാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് മദ്രസയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ തരുന്നതാണ്. നീ അവർക്ക് പകരം നൽകണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കടയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ വന്നപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കൂട്ടുകാരനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 സ്ക്വയർ ഫീറ്റ്. എന്താ പേര്? ഹാജ ഹുസൈൻ 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു എന്നെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ജീവിതം റാഹത്തിലാക്കണം റഹ്മാനെ. പറഞ്ഞോ. അതെ പറഞ്ഞോളൂ. ആരാണ്? അലി സാബിർ എന്ന സഹോദരൻ. അല്ലാഹു അലി സാബിർ എന്ന സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാ. റഹ്മത്ത് ചെയ്യണേ അല്ലാ. കുടുംബം നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. റബ്ബേ, എല്ലാവിധ സന്തോഷങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹം അതുകൊണ്ട് എന്ത് ഉദ്ദേശമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. 3 സഹോദരങ്ങൾ 10 സ്ക്വയർ ഫീറ്റ്. ഒരു സഹോദരൻ 5 സ്ക്വയർ ഫീറ്റ്. പഠിച്ചവനെ, എല്ലാവരിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഖൈറു നൽകണേ അല്ലാ. ജീവിതം ബർക്കത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ, നിന്റെ പള്ളിക്ക് ആവശ്യപ്പെട്ട് ചോദിച്ച നേരത്ത് അല്ലാ തന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും നാളെ സ്വർഗത്തിലാക്കണേ അല്ലാ. ഒരു സഹോദരി കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിയത്താക്കിയിട്ട് 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു തആല അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വീട് ശരിയാകാൻ വേണ്ടി ഒരു സഹോദരി 10 സ്ക്വയർ ഫീറ്റ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കും നിങ്ങൾ തങ്ങൾ ചോദിക്കുമ്പോഴും കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിൻ്റെ പണി വളരെ ഭംഗിയായി പൂർത്തിയാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമദാനിൽ അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളെ ദ്വായിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. 10:35 ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹു തന്ന മുഴുവൻ ആളുകൾക്കും തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഒക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. ഒരു സഹോദരൻ 5 സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ്, ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദ്വാരക്കുമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.